നിർമ്മാണം പൂർത്തീകരിച്ച് 1.5 വർഷം തികയും മുമ്പേ റോഡ് തകർന്നു. ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മേമല ടൈഫോയിഡ് എസ്റ്റേറ്റ് റോഡാണ് നിർമ്മാണം പൂർത്തിയാക്കി 1.5 വർഷത്തിനുള്ളിൽ തകർന്നത്. നിർമ്മാണ പ്രവർത്തനത്തിലുണ്ടായ കെടുകാര്യസ്ഥതയാണ് റോഡ് ഇത്ര വേഗം തകരാൻ കാരണമെന്ന് നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നു. ഏലപ്പാറ പഞ്ചായത്തിലെ തോട്ടം വിനോദസഞ്ചാര മേഖലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡാണിത്. മേമലയിൽ നിന്നും ടൈഫോയിഡ് എസ്റ്റേറ്റ് വഴിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. മേഖലയിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളികളുടെ അടക്കം പ്രധാന യാത്രാമാർഗമാണിത്. റോഡ് തകർന്ന ഗതാഗതം ദുഷ്കരമായതോടെ 1.5 വർഷം മുമ്പ് ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് തുക വകയിരുത്തി ഈ റോഡ് നവീകരിച്ചിരുന്നു. എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കി 1.5 വർഷം തികയും മുമ്പ് ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു തുടങ്ങി. ഈ റോഡ് 1.5 വർഷം പോലും തികയാതെ കൊണ്ട് ഈ റോഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥ വളരെ ദുരവസ്ഥയാണ്. പെട്ടെന്ന് ഇനി തന്നെ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ കുട്ടികളൊക്കെ വരാൻ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ സ്കൂൾ കുട്ടികൾ കൊണ്ടുപോകുന്ന ചെറിയ ഓട്ടോയിലൊക്കെയാണ് അപകടങ്ങൾ ഏറെയുണ്ട്. ഈ കുണ്ടും കുഴിയും മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി അതിൻ്റെ അല്ലെങ്കിൽ ഈ പണിത് എടുത്തിരിക്കുന്ന കോൺട്രാക്ടറോ അല്ലെങ്കിൽ പഞ്ചായത്ത് ഇടപെട്ട് ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ വരും തലമുറകൾക്കും കുഞ്ഞു കുട്ടികൾക്കും സാധാരണപ്പെട്ട മുതിർന്നവർക്കൊക്കെ അത് ഗുണകരമായിരിക്കും. റോഡ് നിർമ്മാണത്തിലുണ്ടായ കെടുകാര്യസ്ഥതയാണ് റോഡ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. മേമലയിൽ നിന്നും വിനോദസഞ്ചാര കേന്ദ്രമായ മദാമക്കുളം, ഉറുമ്പിക്കര എന്നിവിടങ്ങളിലേക്ക് എളുപ്പമാർഗത്തിൽ ചെല്ലാൻ കഴിയുന്ന റോഡ് കൂടിയാണിത്. കൂടാതെ എസ്റ്റേറ്റ് മേഖലയിലെ വിവിധ മേഖലയിലേക്ക് കടന്നു ചെല്ലുന്ന പ്രധാന പാത കൂടിയാണ്. ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങൾ ദിനംപ്രതി കടന്നു പോകുന്നതുമാണ്. റോഡ് തകർന്നതോടെ ഈ ഭാഗങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി സംരക്ഷിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.